ഹരി ഓം. ഭാരതത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പാരമ്പര്യമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ തന്നെ ഈ പൗരാണിക വേദ പാരമ്പര്യവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യങ്ങൾ, വൈദികമായ നന്മകളൊക്കെ വളരെ വ്യാപകമായി ജ്ഞാനപ്പാനയിലൂടെയും നാരായണീയത്തിലൂടെയും ഒക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അതുവഴി കേരള സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ജീവിതത്തെ വളരെ ഔന്നത്യത്തിൽ കൂടിയാണ് കേരള സമൂഹത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്, നിലനിർത്തപ്പെട്ടിട്ടുള്ളത്. ഏതിനും ഭാഷയുടേതാണെങ്കിലും കലയുടേതാണെങ്കിലും സംഗീതത്തിൻ്റെതാണെങ്കിലും സാഹിത്യത്തിൻ്റെതാണെങ്കിലും ഒക്കെ ഒരു ഗവേഷണ ബുദ്ധിയ, ഒരു ശാസ്ത്രീയ ബുദ്ധിയ ഉള്ള ഒരു പരീക്ഷണമാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളത്. സംഗീതത്തെ ശാസ്ത്രീയമായിട്ട് സംഗീതത്തെ സമീപിക്കുന്നു, നൃത്തത്തെ സമീപിക്കുന്നു, സാഹിത്യത്തെ സമീപിക്കുന്നു. ഇതിൻ്റെ എല്ലാം ശാസ്ത്രീയമായ നിയമങ്ങൾ വരെ ക്രോഡീകരിക്കപ്പെട്ടിരുന്നു കേരളത്തിൽ. അതുവഴിയാണ് ഇത് ഒരു അതിർവരമ്പിനകത്ത്, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സാംസ്കാരികതയെ കേരളം നിലനിർത്തി പോന്നിരുന്നത്. പക്ഷേ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള മൂല്യങ്ങളെ മുഴുവൻ ഇതെല്ലാം പൗരാണികമായ കൊള്ളരുതായ്മകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പിന്തിരിപ്പൻ സംഗതികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിധിക്കുള്ളിലുള്ളതിനെ എല്ലാം മുറിച്ചു മാറ്റി പരിധിയില്ലാത്ത ഞങ്ങളുടെ ലോകം, അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിനകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗുണപരമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഗുണപരമായിട്ട് യാതൊന്നും തന്നെ കാണിക്കുന്നില്ല. പൂർവ്വകാലത്ത് ഈ പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സമൂഹത്തിൽ ഈ കേരളത്തിൽ നിന്നാണ് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല മികച്ച ഡോക്ടർമാരും നല്ല മികച്ച ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അടുത്ത കാലത്ത് ആ ഗ്രേഡെല്ലാം, ആ ഗ്രാഫെല്ലാം വളരെ താഴോട്ട് പോയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഇപ്പം മികച്ച ഒരു മേഖലയിലും മികച്ച ആളുകളെ നമുക്ക് കേരളത്തിൽ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ജീവിതചര്യയിലേക്ക്, പരിധിയില്ലാത്ത ലോകത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ ക്ഷണിച്ചത് വഴി കേരള സമൂഹത്തിനുണ്ടായിരിക്കുന്ന ഒരു അപജയമുണ്ട്. ആ അപജയം എല്ലാ മേഖലകളിലും പ്രകടമാണ്. നമ്മുടെ കുടുംബശൈഥില്യം, കുടുംബ ബന്ധങ്ങൾ തകരാറിലാകുന്നു. മക്കളും അച്ഛനമ്മമാരും തമ്മിൽ യാതൊരു ബന്ധവും നിലനിൽക്കുന്നില്ല. പരസ്പരം ക്രിമിനലുകൾ പോലെ അക്രമോത്സുകതയോടുകൂടി ജീവിക്കുന്നു. അതുപോലെ തന്നെ ലഹരി ഉപയോഗം വ്യാപകമായിട്ട് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്നു. കുട്ടികളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അധ്യാപകർക്കില്ല, വീട്ടുകാർക്കില്ല, സന്യാസിമാരുടെ അടുത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല. അപ്പം ഈ രീതിയിൽ പോയിക്കൊണ്ട് എല്ലാ രീതികളിലും പ്രകടമായ ഒരു മാറ്റം, ഭക്ഷണ രീതിയിൽ, ഭാഷാ രീതിയിൽ അസഭ്യം വ്യാപകമായിട്ട് സാമാന്യവൽക്കരിക്കപ്പെടുന്നു, മഹത്വവൽക്കരിക്കപ്പെടുന്നു. അത് സാഹിത്യത്തിലും പ്രയോഗത്തിലുമൊക്കെ അത് പ്രയോഗിക്കപ്പെടുന്ന സാഹചര്യം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ സമൂഹത്തിനകത്ത് ഒരുതരം സ്വത്വമില്ലായ്മ, ഈ കേരളത്തിൻ്റെ ഒരു തനിമ, ഒരു പാരമ്പര്യം അത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഉണ്ടാകുന്ന ഒരുതരം നാഥനില കളരി, അരാജകത്വം. ആ ഒരു അരാജകത്വത്തിൻ്റെ സ്വഭാവത്തിലേക്കാണ് കേരള സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ആ സമൂഹം നശിച്ചു പോകാൻ പിന്നെ അധിക സമയം ഉണ്ടാവില്ല. അപ്പോൾ കേരള സമൂഹം, അടുത്ത തലമുറ നശിച്ചു പോകും എന്നുള്ളതാണ് ഈ പ്രവണത തന്നെ ഇവിടെ നിലനിന്നാൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിനൊരു പരിധി ഉണ്ടാക്കണം, അതിനൊരു കടിഞ്ഞാണിടണം. ഇത് വളരെ കാലമായിട്ട് സന്യാസിമാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജനീയ ചിദാനന്ദപുരി സ്വാമിജിയും അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ വലിയൊരു പുണ്യമായിട്ട് നമുക്കിപ്പോൾ ഒരു മഹാമണ്ഡലേശ്വര ലഭിച്ചിട്ടുണ്ട്. മഹാമണ്ഡലേശ്വരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം കേരളത്തിലെ എല്ലാ മഠങ്ങളുമായിട്ടും നമ്മുടെ ഹൈന്ദവ സ്ഥാപനങ്ങളുമായിട്ടും നിരന്തര സമ്പർക്കം സ്ഥാപിക്കുന്നുണ്ട്. അതുവഴി ഒരു ഏകോപനം സാധ്യമാവുന്നുണ്ട്. വലിയൊരു അനുഗ്രഹമായിട്ട് അതിനെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ പല ക്ഷേത്രങ്ങളും, ഇപ്പോൾ പൗർണമികാവ് അടക്കം ഉള്ള വലിയ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ഏകോപനങ്ങൾ സാധ്യമാവുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സങ്കേതങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ ഒത്തൊരുമയോടുകൂടി വരണം. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക്, കേരളത്തിൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക്, തനിമയിലേക്ക് നമുക്ക് തിരിച്ചെത്തിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ കൂടി നമ്മൾ നടത്തുന്നത്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മളൊരു സന്യാസി ധർമ്മ സന്ദേശ യാത്ര സന്യാസിമാരുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തിരിക്കുകയാണ്. ഈ ധർമ്മ സന്ദേശ യാത്രയിൽ 14 ജില്ലകളിൽ 14 ദിവസവും. അപ്പോൾ രാവിലത്തെ ഒരു സെഷൻ ഉണ്ടാവും, ഉച്ച കഴിഞ്ഞൊരു സെഷൻ ഉണ്ടാവും. ഈ 2 സെഷനിൽ രാവിലത്തെ സെഷനിൽ നമ്മൾ ഹൈന്ദവ നേതൃസമ്മേളനം നടത്തും. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞത്തെ സെഷനിൽ ധർമ്മ ജാഗരണ സമ്മേളനങ്ങൾ.
ഇങ്ങനെ 2 സമ്മേളനങ്ങളായിട്ടാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 14 ദിവസം എത്തി തിരുവനന്തപുരത്ത് വന്ന് സമാപനത്തിൽ വലിയൊരു മഹാസമ്മേളനത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുക. അപ്പോൾ ഹിന്ദു സമാജം മുഴുവൻ, കേരളമെമ്പാടുമുള്ള ഹിന്ദു സമാജം ഈ സമ്മേളനത്തിന് എത്തിച്ചേരേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്ക് ഈ ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കുകയും ഇതാണ് യഥാർത്ഥ സ്വത്വം കേരളത്തിൻ്റെതെന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതിനെ പുറന്തള്ളാൻ കഴിയാത്ത വണ്ണം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയുക. അതിന് പര്യാപ്തമായ രീതിയിൽ, അത്രയും ശക്തമായ രീതിയിൽ കേരളത്തിലും പരിവർത്തനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പര്യാപ്തമായ ഒരു സ്വാഗത സംഘം നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്നേ ദിവസം വൈകുന്നേരം 5 മണിക്ക് കവടിയാർ ഉദയ് പാലസിൽ വെച്ച് ഒരു സ്വാഗത സംഘ രൂപീകരണ യോഗം സമ്മേളനമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ രാഷ്ട്രീയ മുക്തമായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ സംഘടനകളെയൊക്കെ പുറമേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം അതിനെ നമുക്ക് ചേർത്തുകൊണ്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ദിവസം ഇപ്പം ഈ മീറ്റിങ്ങിന് 5000 10,000 നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കൂട്ടാൻ കഴിയും. പക്ഷേ അത് മാറ്റി നിർത്തുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്. സന്യാസി സമൂഹം, അതുപോലെ തന്നെ എല്ലാ മഠങ്ങളും എല്ലാ ആശ്രമങ്ങളും, അതുപോലെ തന്നെ നമ്മളുടെ സത്സംഗ സമിതികൾ, നമ്മുടെ നാരായണീയ സമിതികൾ, സൗന്ദര്യലഹരി ഉപാസക സംഘം, അതുപോലെ തന്നെ സമുദായങ്ങൾ ഇത്ര പേരെയാണ് നമ്മളിവിടെ വിളിച്ചു കൂട്ടുന്നത്. ഏകദേശം മിനിമം 2000 പേര് പങ്കെടുക്കും എന്നാണ് നമ്മൾ കരുതുക. അതിൽ കേരളത്തിലെ പ്രമുഖ വ്യക്തികളെല്ലാം ചേർത്തുകൊണ്ട് സി രാധാകൃഷ്ണൻ സാറാണെങ്കിലും PT ഉഷയാണെങ്കിലും അങ്ങനെയുള്ള പത്മശ്രീയൊക്കെ നേടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യത്തോടു കൂടി ഒരു സ്വാഗത സംഘമാണ് നമ്മൾ ഇവിടെ രൂപീകരിക്കുക. അതുവഴി കേരളത്തിനകത്ത് ഒരു വലിയ സമ്മേളനത്തിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതിന് എല്ലാവരുടെയും പങ്കാളിത്തം ഈ ഒരു സ്വാഗത സംഘ മീറ്റിങ്ങിൽ വൈകുന്നേരം 5 മണിക്ക് കവടിയാർ ഉദയ് പാലസിലുള്ള സ്വാഗത സംഘ മീറ്റിങ്ങിൽ ഹിന്ദു സമൂഹം, അത് കഴിയുന്നത്ര എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ, ഇനിയിപ്പോൾ ഈ സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ദൂരത്തിലല്ലെങ്കിലും നമ്മുടെ 2-3 ജില്ലകൾ കവർ ചെയ്യുന്നതൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഈ ഒരു സമ്മേളനത്തിൽ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി, എൻ്റെ കൂടെ സ്വാമി അയ്യപ്പദാസ് സ്വാമിജിയുണ്ട്, സമ്പോധ ഫൗണ്ടേഷനിലെ ഹരിഹരാനന്ദ സ്വാമിജിയുണ്ട്, പ്രഭാകരൻ സ്വാമിയുണ്ട്. ഞങ്ങൾ ഇതിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹിന്ദു സമൂഹത്തെ ഈ ഒരു സമ്മേളനത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളു. ഹരിയോം.